JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ക്ലർക്ക് പരീക്ഷ കഴിഞ്ഞിട്ട് സാധ്യതാ പട്ടിക എന്ന് പ്രസിദ്ധീകരിക്കുമെന്ന് ധാരാളം ഉദ്യോഗാർത്ഥികൾ നിരന്തരമായിട്ട് ഫോണിലൂടെ ചോദിക്കൊണ്ടിരുന്നായിരുന്നു. അവർക്ക് എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് അറിയാൻ കഴിയുന്നത്. ജനുവരി ഫെബ്രുവരി മാസത്തില് സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കാനാണ് PSC തീരുമാനം എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിന്റെ സാധ്യതാ പട്ടിക ജനുവരി ഫെബ്രുവരി മാസങ്ങളിലൊക്കെ പ്രസിദ്ധീകരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മെസ്സേജുകളൊക്കെ പ്രൊഫൈലിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിലായിട്ട് വന്ന ജില്ലകളിൽ ഉള്ളവര് കൃത്യമായിട്ട് തന്നെ നിലവിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ മെസ്സേജ് വന്നിട്ടുള്ള ജില്ലകളിലുള്ളവര് ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. കാരണം ഒരു പീരീഡ് ഓഫ് ടൈം ആണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് കിട്ടുക. ആ സമയത്തുള്ളിൽ കൃത്യമായിട്ട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്തില്ല എങ്കിൽ നമുക്ക് പിന്നീട് അതൊരു അവസരം കിട്ടുകയില്ല എന്നുള്ളത് നിങ്ങൾ എല്ലാ ഉദ്യോഗാർത്ഥികളും പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോൾ നിലവിൽ എല്ലാ ജില്ലകളിലും ക്ലർക്ക് പരീക്ഷയുടെ മൂല്യനിർണ്ണയമൊക്കെ പൂർത്തിയായി. കട്ട് ഓഫ് മാർക്ക് എത്ര ആണ് എന്നതിനെ തീരുമാനിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്ര പേരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം എന്നതിനനുസരിച്ചാണ് കട്ട് ഓഫ് മാർക്ക് നിശ്ചയിക്കുന്നത്. അതിനുള്ള നടപടികളൊക്കെ തന്നെ പുരോഗമിക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം ഉടൻ തന്നെ സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതാണ്. ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായിട്ട് സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കുകയാണ് PSCയുടെ തീരുമാനമായിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഓരോ ഉദ്യോഗാർത്ഥിയും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ മൊബൈലിൽ മെസ്സേജ് വരും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ പല ഉദ്യോഗാർത്ഥികളും പ്രൊഫൈല് നോക്കാതെ ഇരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം കാണാറുണ്ട്. അങ്ങനെ ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ മൊബൈലിൽ ചിലപ്പോൾ മെസ്സേജ് വന്നില്ല എങ്കിൽ പോലും പ്രൊഫൈലിൽ നിരന്തരമായിട്ട് ചെക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജുകളും അതുപോലുള്ള മറ്റ് PSCയുടെ എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അഡ്വൈസുകൾ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നിങ്ങൾ പ്രൊഫൈല് നിരന്തരമായിട്ട് ചെക്ക് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായിട്ട് ഉദ്യോഗാർത്ഥികളുടെ നേരിട്ടുള്ള പ്രമാണ പരിശോധന നടത്താനാണ് ഏകദേശം PSC നിശ്ചയിച്ചിട്ടുള്ളത്. അത് പ്രകാരമുള്ള കാര്യങ്ങളാണ് മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ 2025 ജൂലൈ 31 വരെയാണ് നിലവിലെ റാങ്ക് പട്ടികയുടെ കാലാവധി ഉള്ളത്. അതിന് പിറ്റേ ദിവസം തന്നെ പുതിയ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കാനുള്ള രീതിയിലാണ് നീക്കങ്ങളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കേണ്ട ഒരു സമയമാണ്. കാരണം എന്താണ്, ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജുകൾ കൃത്യമായിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ വരും. പക്ഷേ അത് കണ്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ അത് കൃത്യമായിട്ട് ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സാധ്യതകളാണ് ഇല്ലാതാവുന്നത്. അതുപോലെ തന്നെ പ്രൊഫൈലിൽ പരിശോധിച്ച് അപ്ലോഡ് ചെയ്ത രേഖകൾ ഉണ്ടോ എന്ന് നിലവിൽ അപ്ലോഡ് ചെയ്ത ഉദ്യോഗാർത്ഥികളൊക്കെ തന്നെ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ ഇല്ല എങ്കിൽ വീണ്ടും അപ്ലോഡ് ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ അത് നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അല്ല, നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞിരുന്നാൽ അത് നിങ്ങൾക്ക് അതൊരു പ്രശ്നമായി തീരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ഉദ്യോഗാർത്ഥികളും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വളരെയധികം പ്രയോജനപ്രദമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി എന്നോട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.